ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുഗൃഞ്ജകരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ വയസി ഗതേ കാമവികാര ചുഷ്കേ നീരേ കക്കാസാരഃ വയസി ഗതേ കാമവികാര ചുഷ്കേ നീരേ കക്കാസാരഃ ക്ഷീണേ വിത്തേ പരിവാര ജ്ഞാതേ തത്വേ സംസാര ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. വയസികതേ കാമവികാര. പ്രായം കൂടിയാൽ പിന്നെ കാമവികാരത്തിന് പ്രസക്തി എന്താ? കാമവികാരം എന്ന് പറയുന്നത് യൗവനകാലത്തിലാണ്. യുവാവായി ഇരിക്കുമ്പോഴാണ് കാമവികാരങ്ങൾ അലട്ടുന്നത്. അതിനുവേണ്ടി അതിൻ്റെ പുറകെ സ്ത്രീകളുടെ പുറകെയൊക്കെ നടന്നത്. നീ വൃദ്ധനായി കഴിഞ്ഞു. ഇപ്പം നേരത്തെ പറഞ്ഞു അദ്ദേഹം ഈ വാർദ്ധക്യാവസ്ഥയിലാണ് രുക്മിണികരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് നീ വൃദ്ധനായി കഴിഞ്ഞു. വൃദ്ധനായി കഴിഞ്ഞാൽ നിനക്ക് കാമവികാരം എങ്ങനെ ഉണ്ടാകും? വയസ്സികത്തെ വയസ്സ് പ്രായം കഴിഞ്ഞാൽ പോകുമ്പോൾ കാമവികാര കഹ. കാമവികാരം എങ്ങനെ? പ്രായത്തിൽ യൗവനാവസ്ഥയിലാണ് കാമവികാരങ്ങൾക്ക് പ്രസക്തി. അതുകൊണ്ട് അതനുസരിച്ച് അവന് പലതും പ്രവർത്തിച്ചെന്ന് വരും, പല കൂട്ടുകെട്ടിൽ ഏർപ്പെട്ടെന്ന് വരും. പക്ഷേ നീ ഇപ്പോൾ വയസ്സനായി കഴിഞ്ഞു. വയസ്സനായി കഴിഞ്ഞാൽ കാമവികാരത്തിനൊരു സ്ഥാനമില്ല. നീ കുറച്ചുകൂടി വിവേകമുള്ളതായി ചേർന്നിരിക്കുകയാണ്. ഇനി അതിനൊരു ഉദാഹരണമാണ് ശുഷ്കേ നീരേ കാസാര. കാസാരം വെച്ചാൽ അല്പജലാശയം, ഒരു ചെറിയ വെള്ളക്കെട്ട്. ആ വെള്ളക്കെട്ട് വെള്ളം ഇരിക്കുന്നിടത്തോളം കാലം വെള്ളക്കെട്ടുണ്ട്. നേരെ മറിച്ച് സൂര്യപ്രകാശം കൊണ്ട് ആ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കാസാരമില്ല, വെള്ളക്കെട്ടില്ല, ചെറിയ ജലാശയമില്ല. ആണ് ശുഷ്കേ നീരേ. നീരൻ ജലം ശുഷ്കമായി കഴിഞ്ഞാൽ, ശോഷിച്ചാൽ, വറ്റിയാൽ, വരണ്ടാൽ കാസാര. കാസാരം ഈ അല്പജലാശയം എങ്ങനെ നിൽക്കും? അത് നശിക്കും. അതുപോലെ പ്രായം ഒരിക്കുന്ന അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളൊക്കെ ശക്തങ്ങളായിരിക്കുമ്പോൾ നമുക്ക് കാമവികാരങ്ങളുണ്ടാകാം. പക്ഷേ ഈ വയസ്സായി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നിനക്ക് ഈ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അവയുടെ ശക്തിയൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞു. പിന്നെ ക്ഷീണേ വിത്തേ പരിവാര. പിന്നെ അടുത്ത ചോദിക്കുന്നു, വേണ്ട, എനിക്ക് കാമവികാരം വേണ്ട, എനിക്ക് ഭാര്യാപുത്രൻ മക്കളൊക്കെ ഉണ്ടല്ലോ, മക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയൊക്കെ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ബന്ധുക്കളുണ്ട്, സ്നേഹിതന്മാരുണ്ടെന്ന് പറയാം. പക്ഷെ അതും ഇല്ലയെന്ന് പറയാണ്. ക്ഷീണേ വിത്തേ. പണം നഷ്ടപ്പെട്ട് കഴിഞ്ഞു, പണം ക്ഷീണിച്ചു കഴിഞ്ഞു. പണമുണ്ടെങ്കിൽ ഇതൊക്കെ ആളുകളുണ്ടാകും, ഭാര്യാപുത്രപത്രാദികളൊക്കെ ഉണ്ടാകും, അതിൽ പങ്കുപറ്റാനായിട്ട്. ഇപ്പോൾ ക്ഷീണമായി. വിത്തം ധനം, ക്ഷീണം ക്ഷയിച്ചു കഴിഞ്ഞു. നിനക്കിനി നിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണവും കുറഞ്ഞു. ഇനി ഒട്ടും നിനക്ക് സമ്പാദിക്കാനൊട്ടാവുമില്ല. പിന്നെ ഇവരൊക്കെ ഈ ബന്ധുക്കളുണ്ടാവുമോ? പരിവാരങ്ങളുണ്ടാവില്ല, ഭാര്യാപുത്ര കളത്രാമിത്രാദികളൊന്നും അവിടെ എത്തുമില്ല. അവരൊക്കെ നിന്നെ വിട്ട് പിരിയുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷീണേ വിത്തേ പരിവാര. വിത്തം ക്ഷീണമായാൽ, ക്ഷയിച്ചാൽ പരിവാരം, സംസാരം എങ്ങനെയുണ്ടാവും? പിന്നെ ജ്ഞാതേതത്തേ സംസാരം. അത് തത്വം യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ ബ്രഹ്മമാണെന്നുള്ള അനുഭൂതി ഉണ്ടായിക്കഴിഞ്ഞാൽ സംസാരം ഇതെങ്ങനെ? ജനനമരണരൂപമായ സംസാരം ഉണ്ടാവില്ല. ജനനമരണരൂപമായ സംസാരം എപ്പോഴാണ്? തത്വം അറിയാതിരിക്കുമ്പോഴാണ്.
യാഥാർത്ഥ്യം അറിയാതിരിക്കുമ്പോൾ എനിക്ക് ജനനമില്ല, മരണമില്ല, ഞാൻ ശരീരമല്ല, ഇന്ദ്രിയമല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ഞാൻ എന്ന് പറഞ്ഞ ആ പരമാത്മാവ് തന്നെയാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ തത്വം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് സംസാരമില്ല. കാരണം ഈ സംസാരം ജനന മരണരൂപമായ സംസാരം അജ്ഞാനം കൊണ്ടുണ്ടായതാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അജ്ഞാനമാകുന്ന തിരശ്ശീല മാറിക്കഴിഞ്ഞു. പിന്നെ അവനവൻ്റെ യഥാർത്ഥ രൂപമാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥം ഞാൻ ഇന്ന ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് ജ്ഞാതേ തത്വേ. തത്വം മനസ്സിലാക്കിയാൽ അത് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ സംസാര ജനനമരണരൂപമായ സംസാരമില്ല. അവിടെ ജനനമില്ല, മരണവുമില്ല, വൃദ്ധിയില്ല, ക്ഷയമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലെത്തും.